മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 5 സെന്റ് ഭൂമി അംഗീകരിക്കാനാകില്ലെന്ന് ജനകീയ സമിതി. 10 സെന്റ് ഭൂമിയെങ്കിലും ഓരോരുത്തർക്കും ലഭിക്കണമെന്ന് ജനകീയ സമിതിയുടെ ആവശ്യം. എൽസൺ ഹാരിസൺ എസ്റ്റേറ്റുകളിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർവേ നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ എൽസൺ എസ്റ്റേറ്റിൽ 5 സെന്റ് എന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൃഷിഭൂമി അടക്കം നഷ്ടപ്പെട്ടവരാണ് പുനരധിവാസത്തിലുള്ളത്. അതിനാൽ 10 സെന്റ് ഭൂമിയെങ്കിലും ലഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. ഞങ്ങൾക്ക് 10 സെന്റിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ ടൗൺഷിപ്പ് എന്നുള്ളത് എൽസൺ എസ്റ്റേറ്റിൽ ടൗണിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും കൽപ്പറ്റ ടൗണിലുണ്ട്. അതുകൊണ്ട് അതെല്ലാം ആ സൗകര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീടിനുള്ള സ്ഥലം 10 സെന്റ് നിർബന്ധമാക്കി വേണമെന്നാണ് ഞങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടുള്ളത്. ഇപ്പോഴും അതന്നെയാണ് മന്ത്രിയോട് ഞങ്ങൾ അതന്നെയാണ് പറയുന്നത്. കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പിന്നെ മന്ത്രിയുടെ ഓപ്ഷൻ കൂടി പറഞ്ഞു, നെടുമ്പാലയിലേക്ക് വേണ്ടവർക്ക് അങ്ങോട്ട് കൊടുക്കുക, മാറ്റി കൊടുക്കുക. ഇപ്പോൾ കൽപ്പറ്റ പറഞ്ഞ ആളുകളുണ്ട്, അവർക്ക് മാറ്റി കൊടുക്കുക. അത് ഓക്കെ, അതൊക്കെ സ്വാഗതം ചെയ്യണം. പക്ഷെ ബാക്കിയുള്ള ആളുകൾ കൽപ്പറ്റയിൽ ആവശ്യപ്പെട്ട എന്തായാലും നിർബന്ധമായിട്ട് കൽപ്പറ്റ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഈ 5 സെന്റിൽ ഒതുക്കി കളയരുത് എന്നുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ട്. ആശുപത്രി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തൊട്ടടുത്ത ടൗണുകളിൽ ഉണ്ടെന്നിരിക്കെ ടൗൺഷിപ്പിൽ ഇവ ഉൾപ്പെടുത്തേണ്ടതില്ല. പകരം ഇവ തങ്ങൾക്ക് ഭൂമിയായി തരണമെന്നാണ് ഇവരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആകെ ചിലവായത് 7,65,00,000 രൂപയാണ്. ജനം, വയനാട്.